നമസ്കാരം. മാലദ്വീപിന്റെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിക്കാൻ ലക്ഷദ്വീപിൽ ഇന്ത്യ ഉഗ്രൻ നീക്കങ്ങൾ നടത്തുകയാണ്. വർദ്ധിച്ചുവരുന്ന ചൈനീസ് മാലദ്വീപ് പ്രവർത്തനങ്ങൾക്കിടയിൽ ഇന്ത്യ ശക്തമായ തന്ത്രങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ ശേഷിക്ക് ഒരു വലിയ ഉത്തേജനം എന്ന നിലയിൽ മേഖലയിൽ വളരുന്ന ചൈനീസ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും വ്യാപനം വിപുലീകരിക്കുന്നതിനുമായി ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ സൈനിക വ്യോമതാവളങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന പദ്ധതിക്ക് ഇന്ത്യ അംഗീകാരം നൽകിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ചൈനയെ ഉന്നമിട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷദ്വീപിലെ നീക്കം എന്നത് ഉറപ്പാണ്. ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ സൈനിക വ്യോമതാവളങ്ങൾ നിർമ്മിക്കുന്നതോടെ ചൈനയുടെ പരിപാടികൾക്ക് മേൽ പദ്ധതിക്ക് മേൽ ഉജ്ജ്വലമായ നിരീക്ഷണം ഇന്ത്യക്ക് നടത്താനാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മിനിക്കോയ് ദ്വീപുകളിൽ പുതിയ വ്യോമതാവളം നിർമ്മിക്കാനും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് അറബിക്കടലിലെ അഗത്തി ദ്വീപിൽ നിലവിലുള്ള വ്യോമതാവളം നീട്ടാനുമാണ് നിർദ്ദേശം. വാണിജ്യ വിമാന കമ്പനികളും ഉപയോഗിക്കുന്ന ഇരട്ട ഉദ്ദേശ എയർഫീൽഡുകൾ, ദീർഘദൂര ഡ്രോണുകൾക്കൊപ്പം എല്ലാത്തരം യുദ്ധവിമാനങ്ങളും ഗതാഗത വിമാനങ്ങളും വിന്യസിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രാപ്തമാക്കുകയും ഈ മേഖലയിലെ ഇന്ത്യൻ സേനയ്ക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് നാവികസേന തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുകയും മേഖലയിൽ പാകിസ്ഥാൻ നാവികസേനയുമായി അടുത്ത് സഹകരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയം. മിനിക്കോയ് ദ്വീപുകളിൽ ഒരു എയർ സ്ട്രിപ്പ് വികസിപ്പിക്കാൻ നിർദ്ദേശിച്ച പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ആദ്യത്തെ സേനയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. നിലവിലെ നിർദ്ദേശമനുസരിച്ച് മിനിക്കോയിൽ നിന്ന് ഓപ്പറേഷൻ നടത്തുന്നതിനായി ഇന്ത്യൻ എയർഫോഴ്സ് നേതൃത്വം നൽകും. മിനിക്കോയ് വിമാനത്താവളം പ്രതിരോധ സേനയ്ക്ക് അറബിക്കടലിൽ നിരീക്ഷണം വ്യാപിപ്പിക്കാനുള്ള കഴിവ് നൽകും. ഗവൺമെന്റ് ആസൂത്രണം ചെയ്തതുപോലെ മിനിക്കോയ് വിമാനത്താവളം ഈ മേഖലയിലെ ടൂറിസത്തിനും ഉത്തേജനം നൽകും. മാലദ്വീപിൽ നിന്ന് 50 മൈൽ അകലെയാണ് മിനിക്കോയ് ദ്വീപുകൾ. മിനിക്കോയ് ദ്വീപിൽ പുതിയ വ്യോമത്താവളം നിർമ്മിക്കുന്നതും അഗത്തി ദ്വീപിൽ നിലവിലുള്ള എയർഫീൽഡ് വികസിപ്പിക്കുന്നതും ലോകം വലിയ രീതിയിൽ തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മേഖലയിൽ വളരുന്ന ചൈനീസ് പ്രവർത്തനങ്ങളെ ചെറുക്കാനും അറബിക്കടലിൽ ഇന്ത്യയുടെ നിരീക്ഷണ വ്യാപനം വ്യാപിപ്പിക്കാനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി പ്രതിരോധ മേഖലയിലും അതേപോലെ വിനോദസഞ്ചാര മേഖലയിലും ഒരേപോലെ ഉണർവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപുകളെ വിനോദസഞ്ചാരത്തിനായി പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ നോക്കുന്നുണ്ട് എങ്കിലും വാണിജ്യ വിമാനങ്ങൾക്കൊപ്പം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക വിമാനങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ എയർഫീൽഡ് മിനിക്കോയ് ദ്വീപുകളിൽ വികസിപ്പിക്കാൻ ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിടുന്നതിന് പിന്നിൽ വമ്പൻ ലക്ഷ്യങ്ങളുണ്ട്. സൈനിക വീക്ഷണ കോണിൽ നിന്ന് നോക്കിയാൽ അറേബ്യൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും നിരീക്ഷണം നടത്തുന്നതിനുള്ള ഒരു താവളമായി ഉപയോഗിക്കാവുന്നതിനാൽ എയർഫീൽഡ് ഇന്ത്യക്ക് ശക്തമായ ശേഷി നൽകും. അതേപോലെ തന്നെ മിനിക്കോയ് വിമാനത്താവളം ഈ മേഖലയിലെ ടൂറിസത്തിന് ഉത്തേജനം നൽകും. ദ്വീപ് പ്രദേശത്ത് ഇപ്പോൾ ഒരു എയർ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ, അത് അഗത്തിയിലാണ്. മാത്രമല്ല ഇതിന് വിമാനങ്ങളുടെ തരങ്ങൾ പരിമിതപ്പെടുത്താൻ കഴിയും. ലക്ഷദ്വീപിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ലക്ഷദ്വീപ് 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 36 ദ്വീപുകൾ അടങ്ങുന്ന ഒരു ദ്വീപ സമൂഹമാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റർ മുഖേന ഇത് നേരിട്ട് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ്. ദ്വീപുകളുടെ 3 പ്രധാന ഗ്രൂപ്പുകളുണ്ട്. അതായത് അമിൻഡവീഡ് ദ്വീപുകൾ, ലക്കാഡീവ് ദ്വീപുകൾ, മിനിക്കോയ് ദ്വീപ്. അമിൻഡവി ദ്വീപുകൾ ഏറ്റവും വടക്കേ അറ്റത്താണ്, മിനിക്കോയ് ദ്വീപ് തെക്കേ അറ്റത്താണ്. എല്ലാം പവിഴപ്പുറ്റുകളുടെ ചെറിയ ദ്വീപുകളാണ്. അവയ്ക്ക് ചുറ്റും പാറകളാൽ സമ്പന്നമാണ്. കവരത്തിയാണ് തലസ്ഥാനം. കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പ്രധാന ഇടം കൂടിയാണിത്. കൊച്ചിയിൽ നിന്നുള്ള പതിവ് വിമാനങ്ങൾ ഈ ദ്വീപുകളിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തദ്ദേശീയരായ ജനസംഖ്യയുടെ 93% മുസ്ലിങ്ങളാണ്. മിനിക്കോയ് ഒഴികെയുള്ള എല്ലാ ദ്വീപുകളിലും മലയാളമാണ് സംസാരിക്കുന്നതും. അവിടെ ആളുകൾ സംസാരിക്കുന്നത് ദിവേഹി ലിപിയിൽ എഴുതിയതും മാലദ്വീപിൽ സംസാരിക്കുന്നതുമായ മഹലാണ്. സാമ്പത്തികവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥ കാരണം മുഴുവൻ തദ്ദേശീയരെയും പട്ടികവർഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രഭരണ പ്രദേശത്ത് പട്ടികജാതിക്കാരില്ല. മത്സ്യബന്ധനം, തെങ്ങ് കൃഷി, കയർ വളയ്ക്കൽ എന്നിവയാണ് ജനങ്ങളുടെ പ്രധാന തൊഴിൽ. വളർന്നു വരുന്ന ഒരു വ്യവസായമാണ് ടൂറിസം. എന്തായാലും മാലദ്വീപ് ചെയ്ത അഹങ്കാരത്തിന് അറ്റ കൈക്ക് ഇന്ത്യ ശക്തമായ മറുപടി നൽകുക തന്നെ ചെയ്യും. ഊർജ്ജസ്വലമായ നീക്കങ്ങളോടെ, തന്ത്രപരമായ നീക്കങ്ങളോടെ ഇന്ത്യ ചുട്ട മറുപടി തന്നെ കൊടുക്കും.